ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് യോഗ ക്ലാസ്സുകൾ, വ്യായാമ ക്ലാസ്സുകൾ. അതിനെക്കുറിച്ച് പുഴക്കാട്ടിരി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം, അതൊന്ന് കണ്ടു നോക്കൂ. ഇപ്പൊ കേരളത്തിലെ ആകെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പ്രഭാതകാലത്ത്, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ഭാഗത്ത് സർവ്വ പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നിച്ചും ഒരു ചെറിയ കർട്ടനൊക്കെ നടുവിലും വെച്ചിട്ട് ഭയങ്കരമായ ഫിസിക്കൽ ട്രെയിനിങ്. നമ്മളെ പള്ളിയിലേക്ക് സുബൈക്ക് പോകുമ്പോ പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു, അവർ സുബൈസ്കരിച്ചിട്ടുണ്ടാവും എന്ന് നല്ല വിചാരം വെക്കാം. നമ്മളൊക്കെ പള്ളിയിലേക്ക് പോകണുള്ളൂ, പക്ഷെ പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ശ്രദ്ധാപൂർവം പോയില്ലെങ്കിൽ പെണ്ണിന്റെ ഈ വാമപ്പിനിടയിൽ നമ്മുടെ പല്ല് പോയി പോകും പുറത്തിറങ്ങിയിട്ട്. എന്നിട്ട് പലയിടങ്ങളിലും പല ലക്ഷ്യങ്ങളോടുകൂടെ ഈ ട്രെയിനർമാർ പ്രവർത്തിക്കുന്നു. അതിൽ വിദേഹത്തുണ്ട്, മറ്റു പലതും ഉണ്ട്. അങ്ങനെ പെണ്ണുങ്ങൾക്കൊക്കെ അവരോടൊരു പ്രത്യേകമായ അനുകമ്പ വരുന്നു. നമ്മുടെ മാഷ് എന്നുള്ളൊരു സിമ്പതിയിലേക്ക് അവരെത്തുന്നു. മാഷ് പതിയെ 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 അവൻ്റെ ഉള്ളിലുള്ള ആദർശം ഈ പെണ്ണുങ്ങളിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. അതിനൊക്കെ പുറമെ ഈ വലിയ വലിയ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് ചാടിക്കളിച്ച് അതിന്റെ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുന്നു. അപ്പുറത്താണുങ്ങൾ, ഇപ്പുറത്ത് പെണ്ണുങ്ങളും, അപ്പുറത്താണുങ്ങളും ഇപ്പുറത്ത് പെണ്ണുങ്ങളും. എന്തേ ശാരീരികമായ എക്സസൈസ് പറ്റൂലേ? പറ്റും, ഒരു സംശയമല്ല. ജീവിതശൈലി രോഗങ്ങൾ കൂടല്ലേ, അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കുറെ സംഗതികളൊക്കെ വേണം, അതിലും തർക്കല്ല. പക്ഷെ എങ്ങനെയാവണം? അന്യപുരുഷൻ ഇങ്ങനെ കോച്ച് ചെയ്തിട്ട് മൂപ്പരാള് വന്നിട്ട് കൈ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ചാടി തുള്ളി കളിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് അങ്ങനെയാണോ ശരീരം ആരോഗ്യം ഉണ്ടാക്കേണ്ടത്? എന്തേ ഈ ചാട്ടം വീട്ടിൽ നിന്ന് നടത്തിക്കൂടെ? വീട്ടിലുള്ളവർക്കൊക്കെ പാടെ കൂടിക്കൂടെ? എക്സസൈസ് ആണല്ലോ വേണ്ടത്, ശാരീരിക അധ്വാനം. വെള്ളം കോരാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അരക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. അടിച്ചു വരുന്നുണ്ടോ? അതുമില്ല. അലക്കുന്നുണ്ടോ? ഇല്ല. സ്വിച്ചിട്ട് പോന്നാൽ ഉണങ്ങിയിട്ട് കിട്ടും. പിന്നെ പലതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് ഇതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ചാടി തുള്ളി കളിക്കുക. ഒരു 10-50 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു 4 മണിക്ക് എണീക്കുക, ഒരു 3 മണിക്ക് എഴുന്നേൽക്കുക, എന്നിട്ട് അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുക. ചില വിദേശ കോച്ചുകളൊക്കെ അറേബ്യൻ നാടുകളുടെ ചില ക്ലബ്ബുകളെ പരിശീലിപ്പിക്കാൻ വന്നിട്ട് കളിക്കാര് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഇതിനപ്പുറം ഒരു ഫിസിക്കൽ ട്രെയിനിങ് വേണ്ട എന്ന് തീരുമാനിച്ച് അൽവത്തൻ പോലെയുള്ള പത്രങ്ങളിൽ ലേഖനം എഴുതിയത് വായിച്ചിട്ടുണ്ട്. അർജന്റീനക്കാരൻ ഒരു കോച്ച് വന്നിട്ട് സൗദിയിലെ മറ്റൊരു ക്ലബ്ബ്, ആ ക്ലബിനെ പരിശീലിപ്പിച്ചപ്പോ മരുബിയായപ്പോ അവരൊക്കെ കൂടെ നിസ്കരിക്കാൻ നിന്നപ്പോ അയാള് ഇതിനപ്പുറം ഒരു ഫിസിക്കൽ ട്രെയിനിങ് വേണ്ട, ശീർഷാസനം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു എക്സസൈസ് ഉണ്ട്, ഇതിലൊക്കെ ഉണ്ടാവും ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നേടിയ ആളുകൾ. അതുകൊണ്ട് കുറെ ഗുണങ്ങൾ കിട്ടുന്ന പറയുന്നത്. പക്ഷെ അറ്റാക്ക് ഉണ്ടെങ്കിൽ, അതുപോലത്തെ വല്ല രോഗസാധ്യതയുണ്ടെങ്കിൽ, ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് അടിച്ചു പോകും. അത്തരം ആളുകൾക്കും സുജൂദ് അതിന്റെ അതേ ഫലം നൽകുന്ന തീരെ അപകട സാധ്യതയില്ലാത്തൊരു എക്സസൈസ് ആണ്. അതിനു വേണ്ടിയാണ് സുജൂദ് ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. യോഗാസനം എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളൊക്കെ ഇറങ്ങുക, എന്നിട്ട് ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ബ്രീത്ത് എക്സസൈസ് നടത്തുക. ഇതൊക്കെ എത്രമേൽ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ ഭാഗം അങ്ങനെ പൊക്കി പിടിച്ചിട്ട് മറ്റേ മൂക്കിലൂടെ ശ്വാസം കയറ്റുക, അതങ്ങനെ കുറെ നേരം തലച്ചോറിൽ വെച്ചിട്ട് പിന്നെ അതിലൂടെ തന്നെ വിടുക, പിന്നെ മറ്റേലൂടെ വിടുക, മറ്റേ കൂടി കയറ്റി ഇതിലൂടെ വിടുക. ഇങ്ങനെ കുറെ ബ്രീത്ത് എക്സസൈസ് ഉണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഹിമാലയത്തിന്റെ മുകളിലേക്ക് പോവാറുണ്ട്, ആരും ഇല്ലാത്തടത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടി. 600 ക്യാമറാമാന്മാരുണ്ടാകും, 5-6 വലിയ ബസ്സിൽ പട്ടാളക്കാരുണ്ടാവും, കുറെ സ്റ്റാഫൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഭാരതം ലോകത്തിന് നൽകിയ വലിയ സംഭാവനയാണെന്നാണ് പറയണത്. നമ്മളതിനൊന്നും എതിർക്കണില്ല. ശരീരത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് പണി നമുക്ക് ചെയ്യാൻ പറ്റും. കരാട്ടെ ആവാം, കളരി ആവാം, കുംഫു ആവാം, തൈക്കോണ്ട ആവാം, ഒക്കെ പറ്റും. പക്ഷെ ഈ യോഗാസനം എന്ന് പറഞ്ഞ് പൊലിപ്പിച്ച് പതഞ്ജലി മഹർഷി നിർമ്മിച്ച ഷഡ്ദർശനങ്ങളിൽപ്പെട്ട യോഗാദർശനമാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതൊരു മതപരമായ വിഷയമാണ്, പറയാതിരിക്കാൻ വയ്യ. പല മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് വിഘ്നേശനെ സ്തുതിച്ചിട്ടൊക്കെ ഉള്ള മന്ത്രമാണെങ്കിൽ, എക്സസൈസ് ആണെങ്കിൽ, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓംകാര മന്ത്രമാണെങ്കിൽ അതൊക്കെ അതിന്റെ മസലാണ്. മുസ്ലിമായൊരു മനുഷ്യന് പറ്റില്ല.
മുസ്ലിമായ മനുഷ്യൻ സർവശക്തനാകുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിനപ്പുറമുള്ള സംഗതികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയും പറ്റൂല. ഇനി അതൊന്നുമില്ല, അതിന്റെ ചില എക്സസൈസ് ഒക്കെയാണ് പറ്റും, പക്ഷെ അതിനും ചില കൃത്യതകൾ പാലിക്കാനുണ്ട്. നിങ്ങൾ ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാകും ശരത് ജോയിസ് എന്ന് പറയുന്ന യോഗ ഗുരുവിനെ പറ്റി. ശരത് ജോയിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ യോഗ ഗുരുവായിരുന്നു. ലോകപ്രസിദ്ധനാണ് ഈ മനുഷ്യൻ. അയാൾ രാഷ്ട്രങ്ങളിൽ നിന്ന് രാഷ്ട്രങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും. 4 ദിവസം ഇംഗ്ലണ്ടിൽ, 4 ദിവസം അമേരിക്കയിൽ, 4 ദിവസം കാനഡയിൽ. ഇങ്ങനെ യോഗ പ്രചരിപ്പിക്കാൻ ലോകത്ത് എല്ലായിടത്തും പാറി നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനാകുന്ന യോഗ ഗുരുവാണ് ശരത് ജോയിസ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഏജ്ലെസ് എന്നാണ് അതിന്റെ പേര്. അദ്ദേഹം അതിലെന്താ സമർത്ഥിക്കുന്നത്? യോഗയിലൂടെ മുന്നോട്ട് പോയാൽ ആയുസ് വർദ്ധിച്ച് ഏജിന് തന്നെ ഒരു പ്രസക്തി ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങളെത്തും. ദീർഘായുസ്സും സമ്പൂർണ്ണ ആരോഗ്യവും യോഗ കൊണ്ട് കിട്ടുമെന്ന് ലോകമാസകലം പ്രഭാഷണവും നടത്തുകയും യോഗാഭ്യാസത്തിന് ചെലവഴിക്കുകയും അത് സംബന്ധമായി ലോകത്ത് നന്നായിട്ട് വിറ്റുപോയ ഏജ്ലെസ് എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത യോഗ ഗുരു ശരത് ജോയിസ് ഈ നവംബർ മാസം 11-ാം തീയതി അമേരിക്കയിൽ വെച്ച് യോഗാസനം എടുക്കുന്നതിനിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. 53 വയസ്സേ പ്രായമുള്ളൂ. 53 വയസ്സേ പ്രായമുള്ളൂ. 53 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഒരു വയസ്സിന്റെ ശരാശരിയിലേക്ക് പോലും എത്തിയിട്ടില്ല. മരിച്ചുപോയി യോഗാസനത്തിനിടക്ക്, യോഗാസനത്തിന്റെ മുന്നോടിയായിട്ടുള്ള മോർണിംഗ് വാക്കിനിടക്ക്. എല്ലാവരും മരിക്കുന്നൊന്നുമല്ല ഞാൻ പറയണത്. അദ്ദേഹം ഇതിന്റെ ഏറ്റവും എക്സ്പെർട്ടായിരിക്കെ ഏറ്റവും കൂടുതൽ ദീർഘായുസ് ഉണ്ടാകുന്നത് യോഗാസനം കൊണ്ടാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി പുസ്തകം രചിച്ചിരിക്കെ അദ്ദേഹം 53 വയസ്സിൽ മരിക്കുമ്പോ അതിൽ നമ്മൾ ചിലത് പറയേണ്ടതുണ്ട്. എന്നിട്ട് പെണ്ണുങ്ങളായ പെണ്ണുങ്ങളും ഒത്തിറങ്ങുക, ഇതിൽ നിന്ന് വേറൊരാളെ പരിചയപ്പെടുക. പെണ്ണ് പുറത്തിറങ്ങുന്ന ഇത്തരം സാഹചര്യങ്ങൾ എന്തുണ്ടായാലും അതിൻ്റെയൊക്കെ അനർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പ്രണയത്തിലേക്ക് എത്തുക, കുടുംബം നശിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കഥ ആലോചിച്ച് നോക്കൂ. 50 വയസ്സുള്ള 2 പേര് പഴയ പ്രണയം ഓർത്തിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അവർക്ക് മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, ബന്ധങ്ങളുണ്ട്. എല്ലാം ഒരു നിമിഷത്തേക്ക് മറന്നുപോയി എല്ലാവരെയും മാനക്കേടിലേക്ക് അകപ്പെടുത്തി തലപൊക്കിയ മക്കൾക്ക് പിന്നെ ഓഫീസിൽ പോകാൻ പറ്റില്ല. അഭിമാനത്തോടു കൂടെ പേരക്കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റൂല. നിന്റെ വല്യച്ഛൻ അല്ലേടി എന്ന് ചോദിക്കും. വ്യായാമത്തെ ഒരിക്കലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷേ അത് ചെയ്യേണ്ട രീതി, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ ഹറാമ് വരാത്ത രൂപത്തിൽ പൂർണ്ണ ഹിജാബോടുകൂടെ ഒന്നിരിക്കൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സജ്ജീകരിച്ച സ്ഥലങ്ങളിലോ അവർക്ക് ചെയ്യാം. അതിനൊന്നും ഇസ്ലാം എതിര് നിൽക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത് ആ രൂപത്തിലല്ല. അതുപോലെ തന്നെ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആദർശങ്ങൾക്കെതിരെയായി നമ്മൾ അറിയാതെ നമ്മളിൽ അത് ഇൻജക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ പല ആളുകളും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കാതെ പോകുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ രാവിലെയും വൈകുന്നേരവുമുള്ള യോഗ പോലുള്ള ഓരോ വ്യായാമ ക്ലാസ്സുകൾ. അതൊക്കെ ശ്രദ്ധിച്ച് ഹറാമൊന്നും വരാത്ത രൂപത്തിൽ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ അനുയായിയായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.